ആദ്യം കണ്ണനിലേക്ക്. കണ്ണൻ, ഇന്നലത്തെ സാഹചര്യം ഇന്ന് ആവർത്തിക്കപ്പെട്ടില്ല അതേ അർത്ഥത്തിൽ. ഇപ്പോൾ സുഖദർശനം, സുഗമമായ ദർശനം നടക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ 5000 പേരായി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കുന്നതോടുകൂടി ഒരു ദിവസം 75,000 പേർക്ക് ദർശനം സാധ്യമാവുകയുള്ളൂ. ഇന്നലെ കണ്ണൻ തന്നെ പറഞ്ഞിരുന്നു 18ാം പടി ആ സമയത്ത് 60 പേർ ഒരു മിനിറ്റിൽ എന്ന നിലയിൽ ആണ് കയറുന്നത്. സാധാരണ നിലയിൽ അതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ. ഇന്ന് സംവിധാനങ്ങളെല്ലാം ഇൻടാക്റ്റ് ആയിരുന്നോ? എന്താണ് ഇന്ന് അവിടെ കണ്ടത്? ഇന്ന് സംവിധാനങ്ങളെല്ലാം പൂർണ്ണ സജ്ജമായിരുന്നു അഭിലാഷ്. കാര്യം ഇന്ന് 80 മുതൽ 85 പേർ വരെ 18ാം പടി ചവിട്ടിയിട്ടുണ്ട്. അതായത് പോലീസ് നേരത്തെ വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് പോലീസുകാർ നടത്തിയ ഒരു പ്രയത്നം എന്ന് പറയേണ്ടത്. ഒപ്പം തന്നെ തിരക്ക് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഭക്തന്മാരെ നിയന്ത്രിച്ച് തന്നെയാണ് വരുന്നത്. പമ്പയിലായാലും നിലയ്ക്കലായാലും മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് മരക്കൂട്ടം കഴിഞ്ഞ ശരംകുത്തി അടക്കമുള്ള സ്ഥലങ്ങളിലായാലും ഭക്തന്മാരെ നിയന്ത്രിച്ച് തന്നെയാണ് സന്നിധാനത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദർശനം സാധ്യമാകുന്നത്. ഇനി നാളെ മുതൽ 75,000 പേർക്കാണ് ദർശനം സാധ്യമാവുക. പക്ഷേ 70,000 പേർ സ്പോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ ആൾക്കാരൊന്നും തന്നെ സന്നിധാനത്തേക്ക് വരാൻ സാധ്യതയില്ല. അത്രത്തോളം ആൾക്കാർ സന്നിധാനത്തേക്ക് വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ യാത്രാ പ്രശ്നം ഉണ്ടാകാം, മറ്റ് അസൗകര്യങ്ങളുണ്ടാകാം. പരമാവധി ചിലപ്പോൾ ഒരു 60-65,000 പേർ വരെയാകാം. സ്പോട്ട് ബുക്കിങ്ങിലേക്ക് ഒരു 5,000 പേർ കൂടി വന്നു കഴിഞ്ഞാൽ പരമാവധി ഒരു 70,000 പേർ വരെ ആയിരിക്കും സന്നിധാനത്തേക്ക് എത്തുക. പക്ഷേ അവർക്ക് വേണ്ട മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും എടുത്തു പറയേണ്ടത് ശൗചാലയങ്ങളുടെ കാര്യമാണ്. ശൗചാലയങ്ങളിൽ പലപ്പോഴും വൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട്. മുറികളിൽ, അതായത് ഡോണർ ഹൗസുകളിൽ നമ്മൾ പൈസ കൊടുത്ത് മുറിയെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വെട്ടമില്ലാത്ത, വെളിച്ചമില്ലാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സന്നിധാനത്ത് നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ളം കൊടുക്കാൻ ഭക്തന്മാർ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണവും കുടിവെള്ളവും കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ ഭക്തരുടെ ഒരു പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയുള്ള ഒരു സംവിധാനം പൂർണ്ണ സജ്ജതയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അഭിലാഷ്. ഒപ്പം ഇന്നുണ്ടായ ഒരു കാര്യം, കണ്ണൻ, ചിലരെങ്കിലും തൊഴാൻ സാധ്യതയില്ല എന്ന് കണ്ട് മടങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ചിലർ അവിടെ വരെ എത്താതെ തന്നെ മാലയൂരി മടങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ കൂട്ടരിലെ ഹൃദ്രോഗികൾ അടങ്ങിയ ഒരു സംഘത്തിന്റെ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് അവിടെ പോലീസ് സംവിധാനം ഇടപെട്ട് അവർക്ക് ദർശനം സാധ്യമാക്കുകയും ഒക്കെ ചെയ്തു. ഇന്നലത്തേതുപോലെ തൊഴാൻ കഴിയാതെ തിരിച്ചു പോകുന്ന സാഹചര്യം ഇനി ശബരിമലയിൽ ഉണ്ടാകുമോ? ഒരു കാരണവശാലും തൊഴാൻ സാധിക്കാതെ, അതായത് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി വരുന്ന ഒരാൾക്കും ദർശനം സാധ്യമാകാതെ പോകില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് പോലീസ് പറയുന്നത്. പോലീസിന്റെ ചാർജുള്ള ADGP S. ശ്രീജിത്തുമായി ഇന്ന് രാവിലെ മുതൽ പലതവണ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന് ഒരു ഭക്ത സംഘം, അവർ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ നിന്ന് വന്നവരാണ്. അവർക്ക് ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ തിരിച്ച് നിലയ്ക്കലിലേക്ക് പോയ വാർത്ത മാതൃഭൂമി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ സംഘത്തെ നേരെ സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് ദർശനം സാധ്യമാക്കി. അങ്ങനെ ആർക്കെങ്കിലും ദർശനം സാധ്യമാകുന്നില്ല എങ്കിൽ, അത് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ്, സാധ്യമാകുന്നില്ല എങ്കിൽ കൃത്യമായി പോലീസിനെ അറിയിക്കുക. പോലീസ് അതിനുവേണ്ടിയുള്ള സംവിധാനം ഒരുക്കും എന്ന് തന്നെയാണ് ADGP അറിയിക്കുന്നത്. എല്ലാവർക്കും സുഖദർശനം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമാവധി 70,000 താഴെ ആൾക്കാർക്ക് മാത്രമായിരിക്കും തിങ്കളാഴ്ച വരെയെങ്കിലും ഈ സന്നിധാനത്തേക്കുള്ള ദർശനത്തിന് അവസരമുണ്ടാവുക. അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാർക്കെല്ലാം സുഖകരമായിട്ടുള്ളൊരു ദർശനം സാധ്യമാകുമെന്നുള്ളത് തന്നെയാണ്. മുൻ വർഷങ്ങളിൽ വൃശ്ചികമാസം ആരംഭിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 12 വിളക്ക്, അതായത് വൃശ്ചികം 12ാം തീയതി വരെ വലിയ തിരക്ക് കുറയുന്ന സാഹചര്യമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ മലയാളികളായിട്ടുള്ള ഐഫമാരുടെ എണ്ണം കുറവാണ്. പക്ഷേ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഐഫമാർ കൂടുതലായി എത്തുന്നു. അവരെല്ലാം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, വെർച്വൽ ക്യൂ വഴി പരമാവധി 65,000, 70,000 എത്തിയില്ലെങ്കിൽ പോലും 65,000 വരെയെങ്കിലും ആൾക്കാർ എത്താൻ സാധ്യതയുണ്ട്. ആ ഉള്ള ആൾക്കാരും ഈ സ്പോട്ട് ബുക്കിങ്ങോട് വരുമ്പോഴത്തേക്കും ഏതാണ്ട് 68-70, പരമാവധി 70,000 വരെ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദർശനം സുഗമമാവും. ഇന്നലെ 1,00,000 മുകളിലായിരുന്നു ഭക്തർ എത്തിയത്. അപ്പോൾ 1,00,000-ലധികം ആളുകളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് സന്നിധാനത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവിടെ ഇന്നലെ അഭൂതപൂർവമായ വിധത്തിലുള്ള തിക്കും തിരക്കും ഉണ്ടായതും.